അപ്പോൾ കൂട്ടുകാരെ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും നമ്മുടെ സ്പ്രേയും നമ്മുടെ സെൻസിറ്റിവിറ്റീനെ പറ്റിയും എല്ലാവരും നല്ലത് പറയണ കേട്ടപ്പോൾ ഞാൻ തന്നെ വിചാരിച്ച് എന്നാൽ പിന്നെ സെൻസിറ്റിവിറ്റിയുടെ ഒരു വീഡിയോ തന്നെ ചെയ്താക്കാന്ന്, ഒരു ലോങ് വീഡിയോ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ സെൻസിറ്റിവിറ്റി എൻ്റെ കണ്ടിട്ടില്ലെങ്കിൽ, എൻ്റെ സ്പ്രേ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്? വീഡിയോ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വേറെ ഒന്നും ചോദിക്കണ്ട ഗൈസ്. നമ്മളെ വളർന്നവരെ സഹായിക്കും, നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ സഹായിക്കും. ഇട്ട സെൻസിറ്റിവിറ്റി നിങ്ങൾ ഇട്ടെന്നതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്യാൻ പറ്റുമെന്നൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എൻ്റെ സെൻസിറ്റിവിറ്റിനെ മോഡിഫൈ ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഒരു പിൻ പോയിന്റ് സ്പ്രേയോ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ സെൻസിറ്റിവിറ്റി റെഡിയാക്കാൻ പറ്റുള്ളൂ. എടുത്തോ പിടിച്ചോ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ പല ആൾക്കാരും പല വീഡിയോസ് ഇടും. അതുപോലെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് തന്നെയാണ്, നിങ്ങൾ പല ആൾക്കാരും എൻ്റെ ഷോർട്സ് വീഡിയോസ് കണ്ട് എൻ്റെ സെൻസിറ്റിവിറ്റി തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രമേ ഞാൻ ഇടുന്നത്. ബട്ട് നിങ്ങളായിട്ട് നിങ്ങളുടെ സെൻസിറ്റിവിറ്റി നിങ്ങളുടേതായ ഗൈറോ എല്ലാം നിങ്ങളായിട്ട് റെഡിയാക്കി നിങ്ങളായിട്ട് നിങ്ങളുടെ എന്താ പറയുക ഓൺ പെർഫെക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. മീൻസ് അവരൊരു ജോണത്തൻ, സായി പോപ്പി അവരുടെ വീഡിയോസ് കണ്ട് അവരുടെ ഇത് കണ്ട് ഇത് ചെയ്തെന്നൊന്നുമില്ല. പരമാവധി നമ്മൾ തന്നെ ട്രെയിൻ ചെയ്യാൻ നോക്കുക, നമ്മുടെ സെൻസിറ്റിവിറ്റി റെഡിയാക്കുക, സ്പ്രേ ചെയ്യുക. പരമാവധി നമുക്ക് കിട്ടുന്ന ഫൈറ്റ്സ് ഒക്കെ നമ്മൾ ഈ പറഞ്ഞ പണ്ടാറമ്പിക്കണം. അതാണ് ഒരു കാര്യം ഇപ്പോഴാണ് ഓർത്ത് ക്യാമ്പ് ചെയ്യില്ലേ, എന്ത് പണ്ടാറങ്ങളാണ് ഈ ഇവന്റിൽ. മടുത്തെനിക്ക്. സ്റ്റിൽ നമ്മുടെ സെൻസിറ്റിവിറ്റി കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് ഡിസർവിങ് ആണെന്ന് തോന്നണമെങ്കിൽ, നമ്മുടെ സെൻസിറ്റിവിറ്റി ഉണ്ടല്ലോ ഗെയിം പ്ലേ കണ്ട് ഡിസർവിങ് ആണെന്ന് തോന്നണമെങ്കിൽ നമ്മളെ സഹായിക്കണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്.